ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ? ഡിഫറെന്റ് ആയിരിക്കും. ഓഫ് കോഴ്സ് ലേഡീസ് അല്ലെങ്കിൽ ഗേൾസ് വിചാരിക്കുന്ന പോലെ അല്ല ഒരു ആൺകുട്ടി വിചാരിക്കുന്നുണ്ടാവുക. എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഒരു സാമ്യം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ആൺകുട്ടിക്ക് ആ ഒരു ആളെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്തൊക്കെയായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുക, ഇത് ആള് കുറച്ചിങ്ങനെ മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒരു കാര്യമായിരിക്കാം. അതേപോലെ തന്നെയാണ് തിരിച്ചും. അതായത് ആ ഒരു ആൺകുട്ടി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ആൾക്ക് കുറച്ച് പ്രയാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ആൺകുട്ടി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഇതൊന്നും അവരൊരിക്കലും നിങ്ങളുടെ അടുത്ത് എനിക്കിത് വേണം എനിക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വാങ്ങുന്ന ഒന്നും ആയിരിക്കില്ല. അതായത് ഇതിനെക്കുറിച്ച് പറയുകയൊന്നും ചെയ്യണ്ടാവില്ല. പക്ഷെ അവരത് ആഗ്രഹിക്കുന്നുണ്ട്. സോ ബോയ്സ് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, റെസ്പെക്റ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് കുറേ ഞാൻ കാണാറുണ്ട്, കുറേ കപ്പിൾസിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ പോലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാ വാടാ ഈ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പേര് വിളിച്ച് സംസാരിക്കുക. ഇതൊക്കെ ഓക്കെയാണ്. അതായത് ഒരു നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. പക്ഷേ ചിലർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് ചില ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് എന്നെ പേര് വിളിക്കരുത്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ മറ്റാളുകളുടെ മുമ്പിൽ വെച്ച് എന്നോട് കുറച്ചുകൂടി റെസ്പെക്റ്റോടു കൂടി പെരുമാറണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊന്നും വിളിക്കണ്ട എന്നുള്ളതല്ല, വിളിച്ചത് കൊണ്ട് നിങ്ങളുടെ ബഹുമാനം ഇല്ലാതാവുന്നു, അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ വിളിക്കുന്നത് അവർ ഓക്കെ ആണോ, അല്ലെങ്കിൽ അവർക്ക് ഇത് ഇഷ്ടപ്പെടില്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു രീതിയിൽ ഇത് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഇപ്പോൾ പേര് ചേർത്തിട്ട് നമ്മൾ ഏട്ടാന്നൊക്കെ വിളിക്കൂലേ, അതായത് ദീപു ഏട്ടാ എന്നൊക്കെ വിളിക്കൂലേ, അപ്പൊ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതൊക്കെ ശരിക്കും ഇത് ചിലരൊക്കെ റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പേഴ്സണലി എനിക്കുള്ളൊരു അഭിപ്രായം എന്നുള്ളതല്ല, പക്ഷെ ഇങ്ങനെ കുറെ പേര് പറയുന്ന കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് പബ്ലിക്കായിട്ട് നിന്നുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരാളോട് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യുക. അതായത് കുറേ പെൺകുട്ടികളെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റോഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പറയണ്ടായിരിക്കും. അതിലെ പെൺകുട്ടിയായിരിക്കും വളരെ മോശമായിട്ട് ആളോട് സംസാരിക്കേണ്ടാവുക. അപ്പൊ അതൊന്നും ഒരിക്കലും നല്ലതല്ല. പൊതുവെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് എല്ലാവരും, എല്ലാ ആൺകുട്ടികളും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അത് അവരുടെ ആ ഒരു അഭിമാനത്തെയാണ് ബാധിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ബഹുമാനം എപ്പോഴും കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. സോ റെസ്പെക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്രിസിയേഷൻ ആണ്. അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ നമ്മൾ അവരെ ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതൊന്നും അല്ല. പക്ഷേ ഒരു പുരുഷന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അവർ ചെയ്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി അവർക്ക്. അതവർക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. എല്ലാ പുരുഷന്മാരും വിചാരിക്കുന്ന ഒരു കാര്യം എന്നറിയോ, ഞാൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഇപ്പൊ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണിൽ വളരെ വലുതായിട്ട് കാണണം. അവൾ എന്നെ ആയിരിക്കണം ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണേണ്ടത്, എന്നെ ആയിരിക്കണം, എൻ്റെ കഴിവുകളെയാണ് അവൾ ഇഷ്ടപ്പെടേണ്ടത്. ഇങ്ങനെ എല്ലാ പുരുഷന്മാരും ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ ഇത്രയും കഴിവുണ്ടോന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ആ ഒരു കാര്യം വളരെ അടിപൊളിയാണ്, എനിക്ക് ഒത്തിരി അതിൽ സന്തോഷം ഫീൽ ചെയ്തു, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യത്തിനെ നല്ല രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർ അത് ലൈഫിലേക്ക് വീണ്ടും വീണ്ടും നല്ലൊരു മോട്ടിവേഷനാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. നല്ല കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അതേപോലെ ആവണം പിന്നീടുള്ള എല്ലാ ദിവസവും. ഫസ്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, ആളെക്കുറിച്ച് അറിയാൻ, സംസാരിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടാവും. അത് കണ്ടിന്യൂ ചെയ്യുക. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ മാറിയിട്ട് പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുക, വിളിക്കുമ്പോൾ സംസാരിക്കാൻ വയ്യ, അത് ഭയങ്കര ബോറാണ്. നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് ഗേൾസിന് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പക്ഷെ ആ ഒരു സമയത്ത് പോലും നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യരുത്.
അവരെപ്പോഴും അതായത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അവർ. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളാണ്. നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ വേണ്ടാന്നിട്ട് അവോയ്ഡ് ചെയ്യുമ്പോൾ അതൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു മൂഡ് ചേഞ്ചസ് വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യരുത്. അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. എപ്പോഴും ഒരേപോലെ ആയിരിക്കുക, സ്നേഹം എപ്പോഴും ഒരേപോലെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഭയങ്കര സ്നേഹമായിട്ട് പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ആവരുത്. എപ്പോഴും സ്നേഹിക്കാൻ കഴിയണം, ഒരേപോലെ സ്നേഹവും സമാധാനവും ഒക്കെ കിട്ടണം എന്നുള്ളത് അവർ ആഗ്രഹിക്കാറുണ്ട്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ജെന്യുവൻ ആയിട്ട് ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ ജെന്യുവൻ ആയിട്ട് തന്നെ കാണിക്കുക, അല്ലാണ്ട് അഭിനയിച്ച് കാണിക്കരുത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളത് പോലെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവില്ല എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങനെയൊന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് അഭിനയിച്ചിട്ട് ഒരാളുടെ അടുത്ത് നിൽക്കാൻ പറ്റും, പക്ഷെ അത് ഒരുപാട് കാലമൊന്നുമില്ല. ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ തനി സ്വഭാവം പുറത്തു വരും. അതുകൊണ്ട് ഇതിനെ വെറുതെ അതിനെ നിൽക്കണേ, നമ്മൾ റിയൽ ആയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. അത് അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് അതായത് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നതാണ് അവർ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് അവരുടെ അഭിമാനത്തിന്റെ കാര്യവും കൂടിയായിട്ടാണ് അവർ കാണുന്നത്. എപ്പോഴും നമുക്കൊരു താല്പര്യം ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, വാല്യൂ കൊടുക്കാതിരിക്കുക, ഇതൊന്നും അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അവരിതൊന്നല്ല ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക. അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല, പക്ഷേ സംസാരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. അതേപോലെ നിങ്ങൾ അവരോടും സംസാരിക്കുക, ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടത്തുക. അപ്പോൾ എപ്പോഴും അവരോട് ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇത് അവർ മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാവണം എന്നുള്ളത്. സോ ഓഫ് കോഴ്സ് അവരും ഇത് ആഗ്രഹിക്കാറുണ്ട്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ എപ്പോഴും നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ, അത് ആ ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം എന്തൊരു കാര്യം വരുന്ന സമയത്തും ഇല്ല ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ സമാധാനിപ്പിക്കണം. ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ കൂടെ അവരുടെ വൈഫ് അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പം അത് നമ്മൾ ഇങ്ങനെ ചുമ്മാ അതൊക്കെ എന്തിനാ പറയുന്നേ എന്ന് വിചാരിക്കുന്നതിന് പകരമായിട്ട് അതൊക്കെ പറയാൻ ശ്രമിക്കുക. നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് വളരെ നല്ല കാര്യമാണ്, അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിനും മറക്കാതിരിക്കുക. ഇനി ഇതല്ലാണ്ട് കുറേ കാര്യങ്ങൾ വേറെയുണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. ഇത്രയൊക്കെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള മടുപ്പോ ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും, നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ രീതിയിൽ അവരോട് പെരുമാറാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്